വെള്ളിയാഴ്ച 12 മണിക്ക് പ്രേതം ഇറങ്ങുമെന്ന് വിശ്വസിക്കുന്ന ഒരു കുട്ടിക്കാലം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. അത് എത്രത്തോളം സത്യമുണ്ടെന്ന് ആർക്കും അറിയില്ല. എന്നാൽ അവയ്ക്കെതിരെ പോരാടിയ ഒരു മാന്ത്രികൻ കേരളത്തിൽ ജീവിച്ചിരുന്നു എന്ന് പറയുന്നത് സത്യമാണ്. യെസ്, കടമറ്റത്ത് കത്തനാർ. അദ്ദേഹത്തിന്റെ മാന്ത്രിക ശക്തികളോട് ഏറ്റുമുട്ടി നിൽക്കാൻ കെൽപ്പുള്ള പൈശാചിക ശക്തികൾ ഈ ലോകത്തിൽ ഉണ്ടായിരുന്നില്ല. എത്ര ശക്തരായ ദുഷ്ടശക്തികളാണെങ്കിൽ കൂടി അവരെയൊക്കെ അദ്ദേഹത്തിന് അനായാസം കൈകാര്യം ചെയ്യാൻ സാധിച്ചിരുന്നു. 16-ാം നൂറ്റാണ്ടിൽ എറണാകുളത്തുള്ള കടമറ്റത്തെ ഒരു ദരിദ്രമായ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. യഥാർത്ഥ പേര് പൗലോസ് എന്നായിരുന്നു. കത്തനാർക്ക് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ വളരെ ചെറുപ്പത്തിൽ തന്നെ നഷ്ടമായി. സഹോദരങ്ങൾ ഒന്നുമില്ലാതിരുന്നതിനാൽ മാതാപിതാക്കളുടെ മരണത്തോടു കൂടി അദ്ദേഹം ആകെ ഒറ്റപ്പെട്ടു. അങ്ങനെ ഇരിക്കെ ജീവിതത്തിൽ എല്ലാം കൊണ്ടും ഒറ്റപ്പെട്ടു പോയ പൗലോസ് എന്ന ആ കൊച്ചു പയ്യൻ പള്ളിയിലെത്തി താൻ അനുഭവിച്ചുകൊണ്ടിരുന്ന ദുഃഖങ്ങളും കഷ്ടതകളും ഒക്കെ ദൈവത്തോട് ഏറ്റുപറഞ്ഞു. ആ സമയത്താണ് പള്ളിയിലെ വൈദികൻ വരുന്നത്. കാണുവാൻ വളരെ ദിവ്യത്വം തോന്നിപ്പിച്ചിരുന്ന പൗലോസിനെ വൈദികൻ ഒന്ന് ശ്രദ്ധിച്ചു. പൗലോസ് എന്തോ വലിയ ദുഃഖത്തിലാണെന്ന് മനസ്സിലാക്കിയ വൈദികൻ പൗലോസ് തന്റെ വിഷമങ്ങൾ ആ വൈദികനോട് പങ്കുവെച്ചു. അങ്ങനെ അവനോട് മനസ്സലിവ് തോന്നിയ വൈദികൻ പൗലോസിനെ തന്റെ മകനായി സ്വീകരിച്ചു. ആ ഒരു വൈദികൻ ആയിരുന്നതിനാൽ പട്ടിണിയും കഷ്ടപ്പാടൊന്നും പൗലോസ് പിന്നീട് അങ്ങോട്ട് അറിഞ്ഞില്ല. പൗലോസിന്റെ സ്വഭാവ ഗുണങ്ങൾ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മനസ്സിലാക്കിയ വൈദികൻ പിന്നീട് അവനെ തന്നെ ശിഷ്യനാക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം പൗലോസിനെ ഒരു വൈദികനാക്കി മാറ്റുവാൻ വേണ്ടിയുള്ള പഠനത്തിന് പറഞ്ഞയച്ചു. 5 വർഷത്തെ പഠനത്തിന് ശേഷം പൗലോസിന് സഭ ഷെമ്മാശൻ പട്ടം നൽകി ആദരിച്ചു. അങ്ങനെ പൗലോസ് വീണ്ടും തന്റെ പിതൃതുല്യനായ വൈദികന്റെ അടുക്കലേക്ക് തിരിച്ചെത്തി. ആ കാലത്ത് വൈദികന്റെ വീട്ടിൽ ഒരുപാട് പശുക്കളും അവയൊക്കെ പരിപാലിക്കുന്നതിന് വേണ്ടി ഒരു ജോലിക്കാരനും ഉണ്ടായിരുന്നു. അയാൾ രാവിലെ പ്രാതൽ കഴിച്ചതിനു ശേഷം പശുക്കളെ മേക്കുവാൻ കൊണ്ടുപോയാൽ പിന്നെ വൈകിട്ടേ അവറ്റുകളെയും കൊണ്ട് തിരിച്ചെത്താറുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു ദിവസം അയാൾ പശുക്കളെ മേക്കുവാനായിട്ട് കാട്ടിലേക്ക് പോയി. വൈകിട്ട് തിരിച്ചു വരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പുലി വന്ന് പശുവിനെ കടിച്ചെടുത്തുകൊണ്ട് കാട്ടിലേക്ക് ഓടി. പുലിയെ കണ്ടു പറയുന്ന പശുക്കൾ കാടിന്റെ പല ഭാഗങ്ങളിലേക്കായി ഓടി. വയനെ വിറച്ചുപോയ ജോലിക്കാരൻ ആ ക്ഷണം തന്നെ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. ശേഷം ജോലിക്കാരൻ വൈദികന്റെ സംഭവങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. ജോലിക്കാരന്റെ വാക്കുകൾ കേട്ട തന്റെ പശുക്കളെ വളരെയധികം സ്നേഹിച്ചിരുന്ന ആ വൈദികൻ ആകെ ദുഃഖിതനായി. അങ്ങനെ വൈദികൻ പൗലോസ് അടങ്ങുന്ന ഒരു സംഘത്തോടൊപ്പം ആയുധങ്ങളുമായി പശുക്കളെ തേടി കാട്ടിലേക്ക് പുറപ്പെട്ടു. പശുക്കളെ അന്വേഷിച്ച് ഓരോരുത്തർ പല വഴിക്കായി പിരിയുകയും ചെയ്തു. നേരം ഇരുട്ടിയപ്പോൾ തിരിച്ചു നിർത്തി വൈദികൻ തിരികെ വീട്ടിലെത്തിയപ്പോൾ തന്റെ കാണാണ്ടായ പശുക്കളെയൊക്കെ അവിടെ കണ്ട വൈദികൻ ഏറെ സന്തോഷിച്ചു. പക്ഷെ പൗലോസ് മാത്രം വീട്ടിലേക്ക് തിരിച്ചെത്തിയില്ല. വൈദികൻ ഏറെ നേരം പൗലോസിന് വേണ്ടി കാത്തിരുന്നുവെങ്കിലും നിരാശനായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. പൗലോസിനെ പുലി പിടിച്ചിട്ടുണ്ടാവുമെന്ന് നാട്ടുകാരെല്ലാവരും കരുതി. പക്ഷെ വൈദികൻ മാത്രം അവൻ തിരികെ വരുമെന്ന് ഉറച്ചു വിശ്വസിച്ചു. പക്ഷെ സത്യം എന്തെന്നാൽ പൗലോസ് പശുക്കളെ അന്വേഷിച്ച് എത്തിപ്പെട്ടത് ഒരു ഘോര വനത്തിനുള്ളിലുള്ള ഒരു ഗുഹയ്ക്ക് അരികിലായിരുന്നു. ആ ഗുഹയിൽ കുറെ കാട്ടുമനുഷ്യർ പാർത്തിരുന്നു. പൗലോസിനെ കണ്ട അവർ അവനെയും പിടിച്ചുകൊണ്ട് ആ ഗുഹയ്ക്ക് ഉള്ളിലേക്ക് കൊണ്ടുപോയി. ആ കാട്ടുമനുഷ്യരുടെ തലവന് പൗലോസിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അയാൾ അവനോട് അവരുടെ കൂട്ടത്തിൽ ചേരുവാൻ പറഞ്ഞു. പൗലോസ് അയാളുടെ വാക്കുകൾ അനുസരിച്ചെങ്കിലും എന്നെങ്കിലും അവിടുന്ന് തിരിച്ചു പോകുവാൻ പറ്റുമെന്നുള്ള വിശ്വാസം അവനിൽ ഉണ്ടായിരുന്നു. വളരെ ശക്തിയുള്ള മന്ത്രവിദ്യകൾ അറിയുമായിരുന്ന ആ ആദിവാസി തലവൻ പൗലോസിനെ അതെല്ലാം പഠിപ്പിച്ചു. മാന്ത്രിക വിദ്യകളിലും ഒരുപാട് പ്രാവീണ്യം നേടിയെടുത്തു. ഏകദേശം 12 വർഷത്തോളം പൗലോസ് അവർക്കൊപ്പം താമസിച്ചു. ഈ ഒരു കാലയളവ് കൊണ്ട് ആദിവാസി തലവനും പൗലോസും തമ്മിലുള്ള ബന്ധം ഒരുപാട് അങ്ങോട്ട് വികസിച്ചു. പക്ഷേ പൗലോസിനെ എടുത്തു വളർത്തിയ വൈദികന്റെ അടുക്കലേക്ക് പോകുവാൻ തന്റെ മനസ്സ് വല്ലാതെ കൊതിച്ചു. പൗലോസിന് പുറത്തു കടക്കാനുള്ള തന്ത്രങ്ങൾ അറിയുമായിരുന്നെങ്കിൽ അവനത് ഒരിക്കൽ പോലും ശ്രമിച്ചിരുന്നില്ല. അതിനുള്ള കാരണം അവനും ആ ആദിവാസി തലവനും തമ്മിലുള്ള സ്നേഹബന്ധമായിരുന്നു. തന്റെ പിതൃതുല്യനായ വൈദികനെ പറ്റി എപ്പോഴും ചിന്തിച്ച് വിഷമിച്ചു കൊണ്ടിരുന്ന പൗലോസിന് പിന്നീട് ഊണും ഉറക്കവും ഇല്ലാണ്ടായി. അവനെ സ്വന്തം മകന്റെ തുല്യം സ്നേഹിച്ചിരുന്ന ആദിവാസി തലവന് അവന്റെ അവസ്ഥ കണ്ടപ്പോൾ വിഷമമായി. അവൻ അവിടം വിട്ടു പോകുവാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ആദിവാസി തലവൻ പൗലോസിനെ തന്റെ അരികിലേക്ക് വിളിച്ച് ഈ ഒരു കാര്യം അവനോട് ചോദിച്ചു. പൗലോസ് ആ ഒരു ഗുഹയ്ക്കുള്ളിൽ വരുന്നതിന് മുമ്പുള്ള അവന്റെ ജീവിതം മുഴുവൻ ആദിവാസി തലവനോട് തുറന്നു പറഞ്ഞു. അവന്റെ കഥകൾ കേട്ട് മനസ്സലിവ് തോന്നിയ ആദിവാസി തലവൻ അവന് അവിടെ നിന്നും തിരിച്ചു പോകുവാനുള്ള സമ്മതം കൊടുത്തു. അങ്ങനെ സങ്കടത്തോടുകൂടെ അവരോടൊക്കെ യാത്ര പറഞ്ഞതിന് ശേഷം പൗലോസ് നീണ്ട യാത്രയ്ക്കൊടുവിൽ പിതൃതുല്യനായ വൈദികന്റെ അടുക്കലേക്ക് തിരിച്ചെത്തി. വർഷങ്ങൾക്ക് ശേഷം പൗലോസിനെ കണ്ട വൈദികൻ ഒരുപാട് സന്തോഷിച്ചു. അവനോട് അദ്ദേഹം കാര്യവിവരങ്ങളൊക്കെ തിരക്കി. ശേഷം ആ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന പൈശാചിക ശക്തികളുടെ ശല്യത്തെ പറ്റി അവരോട് പറഞ്ഞു. പൈശാചിക ശക്തികളെ പേടിച്ച് ആ നാട്ടിൽ ആരും തന്നെ പുറത്തിറങ്ങുന്നില്ല എന്നറിഞ്ഞ പൗലോസ് എന്ത് വില കൊടുത്തും ആ ശക്തികളെ നേരിടുവാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ പൗലോസ് അവന്റെ മന്ത്രവിദ്യകളുടെ സഹായത്താൽ പിശാചുകളെ നേരിട്ടു. അവന്റെ ശക്തികൾക്ക് മുന്നിൽ പിശാചുകൾക്ക് പിടിച്ചു നിൽക്കുവാനായിട്ട് സാധിച്ചില്ല. ഇനി രക്ഷയില്ല എന്ന് മനസ്സിലാക്കി അവർ അവിടെ നിന്നും പലായനം ചെയ്തു. പൗലോസിന്റെ കഴിവുകൾ അങ്ങനെ ആ നാട് മൊത്തം അറിഞ്ഞു. അവന്റെ കഴിവുകളെ കുറിച്ച് അറിഞ്ഞ സഭയിലെ ഉയർന്ന വൈദികർ അവന് കത്തനാർ പദവി കൊടുത്തു. അങ്ങനെ പൗലോസ് കടമറ്റത്ത് കത്തനാർ എന്ന് അറിയപ്പെടുവാൻ തുടങ്ങി. പിന്നീട് കടമറ്റത്ത് കത്തനാർ ഒരുപാട് പ്രശസ്തനായി മാറി. പല സ്ഥലങ്ങളിൽ നിന്നും അദ്ദേഹത്തോട് സഹായം അഭ്യർത്ഥിക്കുവാൻ വേണ്ടി ആളുകൾ എത്തുവാൻ തുടങ്ങി. അദ്ദേഹം തന്റെ അത്ഭുത സിദ്ധികൾ കൊണ്ട് ഒരുപാട് പൈശാചിക ശക്തികളോട് പോരാടി ജയിച്ചു. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ മന്ത്രവാദി ആരെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് കടമറ്റത്ത് കത്തനാറാണ്. പ്രസിദ്ധിയോടൊപ്പം ഒരുപാട് രഹസ്യങ്ങളും ബാക്കി വെച്ചിട്ടാണ് കത്തനാർ പോയത്. അത്തരത്തിലൊന്നാണ് കത്തനാരുടെ മരണം. പള്ളിക്കടുത്തുള്ള പാതാള കിണറിലേക്ക് പോയ കത്തനാരെ പിന്നെ ആരും
കണ്ടിട്ടില്ല എന്ന് ഒരു വശം. പള്ളിയിൽ കയറി കൂടിയ കാട്ടാളന്മാരെ തുരത്തി ഒഴിച്ച കത്തനാർ അവരുടെ മന്ത്രവിദ്യയിൽ മരിച്ചതാവാം എന്ന് മറ്റൊരു വശം. എന്ന് വന്നാലും കത്തനാരുടെ മരണം വലിയൊരു രഹസ്യമായി തുടരുന്നു. കത്തനാരുടെ ജീവിതം പുറത്തു നിന്ന് നോക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ നിറഞ്ഞതായിരുന്നു. പണ്ട് നസീർ സാറിന്റെ കടമറ്റത്തച്ഛൻ സിനിമ കണ്ടപ്പോൾ കത്തനാരോടും ആ മാന്ത്രികന്റെ കഥകളോടും ഒരു കൗതുകം തോന്നി. പിന്നീട് അത് ഒരുപാട് കാലം കഴിഞ്ഞ് ഏഷ്യാനെറ്റ് പരമ്പരയാക്കിയപ്പോൾ കത്തനാരുടെ ജീവിതം ഒന്ന് കൂടുതൽ അറിയണമെന്ന് മനസ്സിലായി.